നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. ഇന്ന് CBI കോടതിയിൽ നിന്ന് കേരളമേറെ ആശ്വസിക്കുന്ന ഒരു വിധി വന്നിരിക്കുന്നു. കൃപേഷ് ശരത് ലാൽ ആ പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPM ക്രിമിനലുകൾ കുറ്റക്കാരെന്ന് CBI കോടതി തീർത്തു പറഞ്ഞു. 24 പ്രതികളിൽ 10 പേരെ കുറ്റവിമുക്തരാക്കി. പക്ഷേ 14 പ്രതികൾ കുറ്റവാളികളെന്ന് കോടതി വിധിയെഴുതി കഴിഞ്ഞു. ഇനി അവർക്കുള്ള ശിക്ഷാവിധി ജനുവരി 3-ാം തീയതി കോടതി ഉത്തരവിലൂടെ നമ്മോട് പറയും. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. വിധിയെ പൂർണ്ണമായി ആളുകൾ സ്വാഗതം ചെയ്യുന്നു. മറുവശത്ത് 10 പ്രതികളെ വിട്ടയച്ചതിൽ ചില വ്യസനമൊക്കെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും അമ്മമാർ രേഖപ്പെടുത്തി. അമ്മമാരുടെ കണ്ണീർ ഒരു വശത്ത്, മറുവശത്ത് പാർട്ടി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടം ഒന്നായി ഇറങ്ങിത്തിരിച്ച കാഴ്ചയായിരുന്നു ഈ പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഭീകരമുഖം. പ്രതികൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രംഗത്തിറങ്ങുന്നു. ഭരണകൂടത്തിൻ്റെ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഏകദേശം 2 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചുകൊണ്ട് ദില്ലിയിൽ നിന്ന് വരെ പ്രമുഖ അഭിഭാഷകരെ കളത്തിലിറങ്ങി CBIയെ തടയാൻ ഒരു ഭരണകൂടം ശ്രമിക്കുന്നു. കുറ്റവാളികളെ ഏത് നിലയിലും സഹായിക്കുകയായിരുന്നു CPMൻ്റെ ലക്ഷ്യം. 1 മുതൽ 4 വരെ പ്രതികളുടെ ഭാര്യമാർക്ക് ജോലി നൽകാൻ പോലും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ, പാർട്ടി നടത്തിയ നെറുകെട്ട നീക്കങ്ങൾ, പാർട്ടി നടത്തിയ പണപ്പിരിവുകൾ. ആദ്യം കോടിയേരി ബാലകൃഷ്ണനാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പൊതുസമൂഹത്തോടായി പറഞ്ഞത്. പാർട്ടി നടത്തിയ കൊലപാതകമല്ല എന്ന നിലയിൽ കോടിയേരി ചില പ്രസ്താവനകളൊക്കെ നടത്തിയെങ്കിലും പാർട്ടി ഈ പ്രതികളെ പൂർണ്ണമായി തങ്ങളിലേക്ക് അടുപ്പിച്ച് പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ച വളരെ ഭീഭത്സമായിരുന്നു. എന്താണ് അങ്ങയുടെ ഒരു ആദ്യ പ്രതികരണം? സോമൻ, എനിക്ക് ആദ്യമായിട്ട് സോമൻ പറഞ്ഞതിനുള്ളൊരു ഭേദഗതി പറയാനുള്ളത്, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് CPM ക്രിമിനലുകളല്ല. CPM ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെട്ടത് 2014 TP ചന്ദ്രശേഖരൻ വധക്കേസിലായിരുന്നു. അതിൽ 2-3 CPM നേതാക്കന്മാരൊഴിച്ചാൽ ബാക്കിയെല്ലാം CPMൻ്റെ കൊടും ക്രിമിനലുകളായിരുന്നു. അതായത് കൊടി സുനി മുതൽ ട്രൗസർ മനോജ് മുതലുള്ള ആളുകളെല്ലാം CPM TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വാടകയ്ക്കെടുത്ത കൊടും ക്രിമിനലുകളായി. എന്നാൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് CPM ക്രിമിനലുകളല്ല. CPMൻ്റെ സമുന്നത നേതാക്കളും സാധാരണ നേതാക്കളും അടങ്ങുന്നവരാണ് ഇതിനകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന 14 പേരും, ശിക്ഷിക്കപ്പെടാതെ പോയ 10 പേരും. അതാണ് ഈ കേസും TP കേസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ PK കുഞ്ഞനന്ദനായിരുന്നു. PK കുഞ്ഞനന്ദൻ CPMൻ്റെ പാനൂർ ഏരിയ സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി മെമ്പറോ മറ്റോ ആയിരുന്നു. എന്നാൽ ഈ കേസിൽ നമ്മൾ നോക്കൂ. ഈ കേസിൽ 20-ാം പ്രതിയായി ഈ കേസിൽ കുറ്റവാളിയാക്കപ്പെട്ടിരിക്കുന്ന KV കുഞ്ഞിരാമൻ അല്ലേ? KV കുഞ്ഞിരാമൻ ഉദുമയിലെ മുൻ MLAയും കാസർഗോഡത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമാണ്. ജില്ലാ കമ്മിറ്റി മെമ്പർ പോലുമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. അയാൾ മുൻ ഉദുമ MLA. മണികണ്ഠൻ ആരാണ്? കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയും. അതുപോലെ തന്നെ പീതാംബരൻ പേരിയ ലോക്കൽ കമ്മിറ്റിയിലെ മുൻ മെമ്പർ. അതുപോലെ തന്നെ വേറെ 2 പേരുണ്ട്. ആ 2 പേര്, ഒന്ന് വെളുത്തോളി രാഘവൻ, അയാൾ പാക്കം ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി, വേറൊരു ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി. അപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസും പെരിയ കേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പെരിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇനി നമ്മൾ പ്രതികളെന്നേ പറയരുത്, ഇനി അക്യൂസ്ഡ് എന്നേ നമ്മൾ പറയരുത്, ഇനി കൺവിക്റ്റുകളാണവർ. അവരെ കോടതി ശിക്ഷിച്ചതാണ്. കൊലയാളികൾ, അവർ കുറ്റവാളികളാണ്. ആ കുറ്റവാളികളായി ഇന്ന് എറണാകുളം CBI കോടതി കണ്ടിരിക്കുന്നത് CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വാട്ടർ ഷെഡ്. കാരണം TP ചന്ദ്രശേഖരൻ കേസിൽ പോലും ഈ പറഞ്ഞ പോലെ ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പർ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ഉന്നതരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കുറ്റവിമുക്തരാക്കപ്പെട്ട 10 പേരും CPMമായി ബന്ധമുള്ളവരാണ്. അതാണ് പരാതിക്കാർ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ CPMൻ്റെ മസ്തകം തകർത്തൊരു വിധിയാണ് വന്നിരിക്കുന്നത്.
ഇനി ഈ വിധിയെക്കുറിച്ചിട്ട് സോയിമോൻ പറഞ്ഞു. സോയിമോൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 സെപ്റ്റംബർ 20 ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള ബി സുധീന്ദ്രകുമാർ ആണ് ഈ കേസിൽ CBI അന്വേഷണം വേണം എന്നുള്ള ചരിത്രപ്രധാനമായ 33 ഖണ്ഡികളുടെ വിധി പ്രഖ്യാപിച്ചത്. അതിൻ്റെ വിധിയിലെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് സ്വയം പറഞ്ഞൊരു വിഷയമുണ്ട്, അത് ഇച്ചിരി ഒന്ന് വിശദീകരിച്ചോട്ടെ. ആ വിധി വന്നു. ആ വിധി വന്നപ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ പോകാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വക്കീലന്മാരെ കൊണ്ടുവന്നു. ഈ പണമൊന്നും പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയോ കുടുംബത്തിൽ നിന്നോ തറവാട്ടിൽ നിന്നോ തായ്ക്കണ്ടി തറവാട്ടിൽ നിന്ന് എടുക്കുന്ന പൈസയല്ല. എൻ്റെയും സോയിമോൻ്റെയും ഈ വൈശാഖിൻ്റെയൊക്കെ പിന്നെ നികുതി പണമാണ് ഈ പൈസ. മനസ്സിലായില്ലേ? ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ടും സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയിൽ മനീന്ദർ സിംഗ്, ഈ പറഞ്ഞ പോലെ രഞ്ജിത്ത് കുമാർ എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന വക്കീലന്മാരെ അവിടെ ഹാജരാക്കി. അവിടെയും സുപ്രീം കോടതി ചവിറ്റുകൊട്ടയെന്നെടുത്ത് ദൂരെ കളഞ്ഞു. അതിനെല്ലാം കൂടി നികുതി പണമായിട്ട് 1-2 കോടി. കാരണം ഉമ്മാരുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസ അല്ലല്ലോ. അതുകൊണ്ട് ഉമ്മാർക്ക് ഇപ്പോൾ എടുത്ത് ചിലവഴിക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നാട്ടുകാരുടെ നികുതി പണമാണ്. ആ കേസിലാണ് ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി വിധി പ്രഖ്യാപിച്ചത്. എനിക്ക് അത്ഭുതം തോന്നിയെന്നറിയോ, ഞാൻ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എന്തോ MP ബാലകൃഷ്ണൻ എന്നും പറഞ്ഞിട്ട് ഒരു മരപ്പോട്ടം വന്നിരുന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഈ കേസിൽ ബന്ധമില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ സോയിമോനെ. ഒരു CBI കോടതി ആ കോടതിയുടെ വിധിന്യായത്തിൽ കുറ്റവാളികളാണെന്ന് പ്രഖ്യാപിച്ചവർക്ക് ഈ കേസുമായി ബന്ധമില്ലെന്ന് ഒരു പൊട്ടൻ അവിടെ നിന്ന് പറയാണ്. അയാളാണ് ജില്ലാ സെക്രട്ടറി. അപ്പോൾ അയാളോടൊരു പത്രപ്രവർത്തി ചോദിച്ചു, ഇവരെ ഇപ്പം കോടതി കുറ്റക്കാരെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ, അവരെ നിങ്ങൾ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നത്? ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, ഞങ്ങൾക്കെതിരെ ആർക്കും എന്തും പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനത്ത് മാറ്റാൻ പറ്റുമെന്ന് അയാളെ പൊട്ടണമെന്നല്ലാതെ പിന്നെ എന്ത് വാക്കാണ് ഞാൻ വിളിക്കേണ്ടത്? അതായത് ഒരു കോടതി വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കുറ്റവാളി എന്ന് കണ്ടുപിടിച്ചവരെ അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ആളുകളാണ് ഇതിൻ്റെ നേതാക്കന്മാരായിട്ട് ജില്ലയിലൊക്കെ കയറിയിരിക്കുന്നത്. സോ പിന്നെ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? സുധീന്ദ്രകുമാറിൻ്റെ വിധി വന്നു. സുധീന്ദ്രകുമാറിൻ്റെ വിധി 2019 സെപ്റ്റംബർ 30 വന്നു. ആ വിധിന്യായത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം, ഞാനത് ഇംഗ്ലീഷിലുള്ള വാക്കിന് അൺഈക്വോക്കലായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? എന്തായിരുന്നു കുമാറിൻ്റെ പ്രധാനപ്പെട്ട വാദം? പ്രധാനപ്പെട്ട വാദം എന്ന് പറഞ്ഞാൽ പീതാംബരൻ എന്ന് പറഞ്ഞൊരുത്തരുണ്ട്, 1-ാം പ്രതി. അവൻ മാത്രമാണ് പ്രതി എന്നായിരുന്നു പോലീസ് കണ്ടുപിടിച്ചത്. ആലോചിച്ച് നോക്കിയോളൂ. ഏത്? അവൻ മാത്രം. അവൻ്റെ വ്യക്തിവൈരാഗ്യം കൊണ്ട് അവൻ ശരത്ലാലിനെ കൊന്നു എന്നുള്ളതായിരുന്നു വാദം. ഈ വാദം കോടതിയിൽ കൊണ്ടുവന്നു. ഏത്? ഹൈക്കോടതിയിൽ കൊണ്ടുവന്നു. ഹൈക്കോടതിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും കോടതിയോട് പറഞ്ഞു ഇത് അയാൾക്ക് വ്യക്തിവൈരാഗ്യമാണ്, ഇതാണ് അതിന് കേസുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് കോടതി തന്നെ പറഞ്ഞു. ഇതല്ലേ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് കോടതി പറഞ്ഞത് എന്താണെന്നറിയോ? കോടതി പറഞ്ഞത് എന്നാൽ 1-ാം പ്രതി പീതാംബരൻ മാത്രം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കുറ്റകൃത്യമായിരുന്നുവെങ്കിൽ എന്തിനാണ് സംഭവത്തിന് ശേഷം പ്രാദേശിക CPM നേതാക്കൾ വെളുത്തോളിയിലെത്തിയതും പ്രതികളെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയതും എന്ന് മനസ്സിലാവുന്നില്ല എന്ന് കോടതി തന്നെ പറയുകയാണ്. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ കോടതി പറഞ്ഞെന്നറിയോ? ദിസ് ഈസ് എ സർക്കംസ്റ്റൻസ് ഇൻഡിക്കേറ്റിംഗ് ദി കണ്ടൻഷൻ ഓഫ് ദ പെറ്റീഷണേഴ്സ് that the twin murder in this case was planned and executed not by the first accused alone but by the CPM party. ആലോചിച്ചു. അതായത് എന്തായാലും മലയാളം എന്താ? ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നത് പരാതിക്കാർ വ്യക്തമാക്കുന്നത് പോലെ ഇരട്ട കൊലപാതകം 1-ാം പ്രതി പീതാംബരൻ സ്വന്തമായി ചെയ്തതല്ല, മറിച്ച് CPM പാർട്ടി ചെയ്തതാണ്. ഇത് CBI പറയുന്നതാണോ? അല്ലെങ്കിൽ ഇത് വല്ല കോൺഗ്രസ്സുകാരൻ പറയുന്നതാണോ? ഇത് CBIയുടെ ജഡ്ജി ആയിട്ടുള്ള CBI ജഡ്ജിയുടെ വാദമാണ് ഞാനീ പറയുന്നത്. അയാൾ പറയുകയാണ്. എന്നിട്ട് അയാൾ വേറൊരു സ്ഥലത്ത് പറയുന്നത് എന്താ? വേറെ സ്ഥലത്ത് പറയുന്നത് കേരളത്തിലെ ഭരണ പാർട്ടിയുടെ CPM നേതാക്കളാണ് പ്രതികൾ. മരണപ്പെട്ടവർ കോൺഗ്രസ് പാർട്ടി നേതാക്കളായതിനാൽ പരാതിക്കാർക്ക് അന്വേഷണത്തിൽ വിശ്വാസവും കോൺഫിഡൻസും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ
ഈ കേസ് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് തന്നെ ഈ സർക്കാർ ഉന്നയിച്ചിട്ടുള്ള ഓരോ വാദങ്ങളും ഇഴകീറി പരിശോധിച്ച് ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ട് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, എന്താണെന്നറിയോ, 12, 13, 14 പ്രതികൾ, അതിൽ എനിക്കൊന്ന് ഈ ബാലകൃഷ്ണനും മണികണ്ഠനും ഒക്കെ കൂടെ ചേർന്ന് നടന്നു. അവർ ഈ സംഭവം നടന്ന 1 മണിക്കൂറിന് ശേഷം ഈ വെളുത്തോളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി 1 മുതൽ 8 വരെയുള്ള പ്രതികളെ, അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികളെ വിളിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് പോയി. അത് വാദത്തിനിടെ വന്നു. ഉടനെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറയുകയാണ്, അതിലെങ്ങനെ കൊണ്ടുപോയാൽ എന്താണ് കുഴപ്പം? ആർക്ക് എപ്പോഴും കയറി വരാവുന്ന പാർട്ടി ഓഫീസാണ്, മറ്റുള്ളവരെ പോലെയാണ് അവർ പാർട്ടി ഓഫീസിൽ വന്നത്. പാർട്ടി ഓഫീസിൽ ആർക്കും എപ്പോഴും കയറി വരാം. ഇവിടെ എന്തൊരു അസംബന്ധമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഹൈക്കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ കേസിലെ FIR കൃത്യമായി വ്യക്തമാക്കുന്നത് ഈ കേസിലെ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നാണ്. ആരാ പറയുന്നത്? ജഡ്ജ്. എന്തായാലും പറയുന്നത്, ദ FIR രജിസ്റ്റേർഡ് ഇൻ ദിസ് കേസ് വുഡ് ക്ലിയർലി ഷോ ദാറ്റ് the murder in this case was a political murder. ഒരു ജഡ്ജിയാണ് ഈ പറയുന്നത്. കൃത്യമാണ് അത്, ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന്. അപ്പോൾ ഈ കേസിൽ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ വാദത്തിൻ്റെ ഇടയ്ക്ക് ഉന്നയിച്ച ആ കേസിൽ ഹൈക്കോടതി ജഡ്ജി തന്നെ അസന്നിഗ്ധമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചതാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. മരിച്ചവര് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്, കൊന്നവര് CPMന്റെ ഭരണ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഹൈക്കോടതി വിധി തന്നെ ഒരു ദിശ തീരുമാനിച്ചങ്ങോട്ട് കൊടുത്തു. ആർക്ക്? വിചാരണ കോടതിക്ക്. അതായത് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, ഇത് കൊന്നവർ CPMകാരാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ 2019 സെപ്റ്റംബർ 30 CBI അന്വേഷണം വേണമെന്നുള്ള ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഭരണഘടന പ്രകാരം മേൽക്കോടതിയുടെ ഒരു വിധിക്കെതിരായി കീഴ്ക്കോടതിക്ക് വിധി പ്രഖ്യാപിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഹൈക്കോടതി തന്നെ ഇതിനകത്തൊരു ഒരു ഒരു ദിശ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു ഇത് പൊളിറ്റിക്കൽ മർഡറാണ്, ഇത് പീതാംബരൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് പാർട്ടി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്, ഇതിനകത്തെല്ലാം പാർട്ടി നേതാക്കന്മാരായിരുന്നു. ഹൈക്കോടതി പറഞ്ഞിട്ട് വിചാരണ കോടതിക്ക് കൊടുത്തപ്പോൾ വിചാരണ കോടതിക്ക് പിന്നെ ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ട് ഈ പ്രതികളെ വെറുതെ വിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അന്ന് തന്നെ ഇത് തീരുമാനിക്കപ്പെട്ടതാണ്. ഞാനത് വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ ഞാനത് പറഞ്ഞിരുന്നു. വളരെ കൃത്യമാണ്, വളരെ സ്പഷ്ടമാണ്, അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതാണ്. CPMന്റെ നേതാക്കൾ ചെയ്തതാണ് ഈ കൊടും പാതകം. അത് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ CBI കണ്ടെത്തുകയും കോടതി അത് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ CPM എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് ഉളുപ്പില്ല, കാട്ടാളന്മാരുടെ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഇവന്മാരെന്ത് ചെയ്യും? ഇനി അപ്പീൽ പോകുമ്പോഴും എൻ്റെ സോയ്മോൻ്റെ ഒന്നും പൈസ എടുക്കണ്ടല്ലോ, നാട്ടുകാരുടെ പൈസ അല്ല, ഇവൻ്റെ ഒന്നും തറവാട്ടിൽ നിന്ന് പൈസ എടുക്കണ്ടല്ലോ, എൻ്റെ സോയ്മോൻ്റെ ഒക്കെ പൈസ അവിടെ കിടപ്പുണ്ട് ഖജനാവിൽ. ആ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഇനിയും ഉമ്മാർ അപ്പീൽ പോകും. അപ്പീൽ പോയി കഴിയുമ്പോൾ വീണ്ടും ഉമ്മാരുടെ ചെപ്പക്കുറ്റിക്കിട്ട് അടി കിട്ടും. അത് കഴിയുമ്പോൾ ഇവന്മാർ വീണ്ടും സുപ്രീം കോടതി പോകും. കാരണം അപ്പോഴും എൻ്റെ സോയ്മോൻ്റെ കാശ് അവിടെ കിടപ്പുണ്ട്, അതെടുത്തോണ്ട് പോവും. അവിടുന്ന് അടി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് ജയിലിൽ പോവും. ജയിലിൽ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ജയിലിൽ പോയി കഴിയുമ്പോഴത്തേക്കും ജയിലിൽ ഉമ്മാർക്ക് സംരക്ഷണം കൊടുക്കും. ജയിലിൽ കിടക്കുമ്പോൾ യുവമാരുടെ മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാം ചെലവിന് കൊടുക്കും. ജയിലിൽ കിടക്കുമ്പോഴും ഒരു പക്ഷേ ഈ കുഞ്ഞിരാമനൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റി തുടരുകയും ചെയ്യും. കാരണം TP ചന്ദ്രശേഖരൻ കേസിൽ നമ്മളത് കണ്ടതാണ്. ജയിലിൽ കിടന്ന കുറ്റവാളിയായി ജയിലിൽ കിടന്ന PK കുഞ്ഞനന്ദനെയും പാരൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത കാട്ടാളന്മാരുടെ പാർട്ടിയാണ് ഈ പാർട്ടി. ഭരണഘടന വിശ്വസിക്കാതെ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ കാണാൻ പോകും. എന്തായാലും CPM എന്ന് പറഞ്ഞ പാർട്ടി കാട്ടാളന്മാരുടെ രക്തരക്ഷസുകളുടെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു 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 രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് ജനങ്ങൾക്ക് വളരെ കൃത്യമായി ഈ വിധിയിലൂടെ ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വേദനിപ്പിച്ച മറ്റൊരു കൊടും ക്രൂരമായ കൊലപാതകം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ നടന്നിട്ടുണ്ടാവില്ല.
2016 മുതലുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റവും ഭീകരമായി 2 ചെറുപ്പക്കാരെ 19-24 വയസ്സുള്ള 2 ചെറുപ്പക്കാരെ മൃഗീയമായി കൊന്നൊടുക്കിയ ഒരു സംഭവം. പിന്നീട് CBI വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എന്ന ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എടുത്തു കളഞ്ഞിരുന്നു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് അത് ഭാഗികമായി പിന്നീട് പുനഃസ്ഥാപിച്ചു. CBIക്ക് കേസ് കൈമാറാൻ സർക്കാർ നടത്തിയ നാടകങ്ങൾ, ക്രൈംബ്രാഞ്ചിൻ്റെ ഫയലുകൾ കൈമാറാതിരിക്കാൻ സർക്കാർ നടത്തിയ നാടകങ്ങൾ, ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസ് ഫയലുകൾ കൊടുക്കുന്നതിൽ വരുത്തിയ കാലതാമസം, അതിനെതിരെ നിശ്ചിതമായി അന്ന് ഷാഫി പറമ്പിലിനെ പോലെയുള്ളവർ, പ്രതിപക്ഷ നേതാവ് അന്ന് രമേശ് ചെന്നിത്തലയൊക്കെ രൂക്ഷമായി നിയമസഭയിൽ പ്രതികരിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നിരവധി പ്രതിഷേധ സമരങ്ങൾ കേരളത്തിൽ നടന്നു. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഏറ്റവും പ്രശസ്തരായ അഭിഭാഷകരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഹൈക്കോടതിയിൽ ഹാജരാക്കുന്ന 60 ലക്ഷം രൂപയാണ് അഭിഭാഷകരെ ചെലവഴിച്ചത് കേരളത്തിൽ. സുപ്രീം കോടതിയിലെ വാദത്തിന് അന്ന് മാറ്റിവെച്ചത് 88 ലക്ഷം രൂപ. അതിലപ്പുറം CBI കേരളത്തിലെ അന്വേഷണം ഏറ്റെടുക്കാതിരിക്കാൻ ഭരണകൂടം നടത്തിയ നിരവധി നാടകങ്ങൾ. നമ്മെ ഏറെ വേദനിപ്പിച്ചത് ശ്രീധരൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ്റെ ചതിയാണ്. ഒരിക്കൽ കോൺഗ്രസ് നേതാവായി കാസർഗോഡ് നിറഞ്ഞു നിന്ന ശ്രീധരൻ തന്നെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വീടുകളിലെത്തി അവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പോലെ ഒരുമിച്ച് നിൽക്കുന്നു. പിന്നീട് അവരുടെ ഫയലുകളൊക്കെ പഠിക്കാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 1 മാസത്തോളം ആ ഫയലുകളൊക്കെ അദ്ദേഹം വെച്ചിരുന്നുവെന്നാണ് പിന്നീട് കൃപേഷിൻ്റെ പിതാവ് കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. തങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു. ശ്രീധരൻ എന്ന അഭിഭാഷകനെ പിണറായി വിജയൻ വില കൊടുത്തു വാങ്ങി. ഞങ്ങളുടെ ഫയലുകൾ പഠിച്ച ശ്രീധരൻ ഇനി അപ്പീൽ പോയിട്ട് കാര്യമില്ല എന്ന് ഞങ്ങളെ ഉപദേശിച്ച ശ്രീധരൻ ഞങ്ങളെ പൂർണ്ണമായും ചതിച്ച് 1 മുതൽ 9 വരെ പ്രതികൾക്ക് വേണ്ടി CBIക്കെതിരായ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരായി. അത് ആ കുടുംബങ്ങളെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ഒരു നികൃഷ്ട ജീവിയാണ്, ഒരു മനുഷ്യജന്മമായി കണക്ക് കൂട്ടാൻ കഴിയാത്ത ഈ അഭിഭാഷകൻ ശ്രീധരൻ ഒരു പാഴ്ജന്മമാണ് എന്ന് VT ബൽറാം ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. അപ്പോൾ കൊടിയ ചതിയുടെ, ഭരണകൂട നെറുകേടിൻ്റെ, ഭീകരമായ ഏകാധിപത്യത്തിൻ്റെ, നിഷ്ഠൂരമായ ഈ കൊലയ്ക്കപ്പുറം ഇത്തരം പല ഘടകങ്ങളില്ലേ ഈ പെരിയ ഇരട്ടക്കൊല കേസിൽ? സുമൻ, എനിക്ക് തോന്നുന്നത് സ്വയം CK ശ്രീധരനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു അഭിഭാഷകനെ കുറിച്ചും ഞാൻ ഈ അവസരത്തിൽ പറയുന്നുണ്ട്. കാരണം ഈ കേസ് ഇങ്ങനെ വരുന്നതിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ച സുധീന്ദ്ര കുമാർ എന്ന് പറഞ്ഞ ഹൈക്കോടതി ന്യായാധിപനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ വേറൊരു അഭിഭാഷകനും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. അതിനു മുമ്പ് CK ശ്രീധരനെ കുറിച്ചിട്ട് സ്വയം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ CK ശ്രീധരൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ വക്കീലാണ്. അയാൾ തന്നെ എന്തെടുത്ത് പറയുന്നത് കേട്ടു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്കവാറും എല്ലാ കോടതികളിലും, പ്രധാനപ്പെട്ട കോടതികളിലും ബാധിച്ചിട്ടുള്ള ഒരാളാണ് CK ശ്രീധരൻ. ഈ CK ശ്രീധരനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എവിടെയാണ് സ്വയമാണ്? CK ശ്രീധരനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് 2014 TP ചന്ദ്രശേഖരൻ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് CK ശ്രീധരനെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. അയാൾ നിയമ മേഖലയിലൊക്കെ തന്നെ വലിയ പേരുകേട്ട ക്രിമിനൽ വക്കീൽ എന്നുള്ള നിലയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അയാളൊരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലും നമ്മൾ CK ശ്രീധരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം CK ശ്രീധരൻ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അയാൾ കാസർഗോഡ് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റായിരുന്നു. അയാൾ 3 തവണ ഉദുമയിൽ നിന്നും 1 തവണ തൃക്കരിപ്പൂരിൽ നിന്നും മത്സരിച്ച് തോറ്റിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള CK ശ്രീധരനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അയാൾ പ്രഗത്ഭനായ അഭിഭാഷകനാണെന്ന് നിയമമേഖലയിലുള്ളവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അയാളെ നമ്മൾ പൊതുജനങ്ങൾ കേട്ടത് 2014 TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF സർക്കാർ ഏർപ്പെടുത്തിയ സർക്കാർ പ്രോസിക്യൂട്ടറായിരുന്നു CK ശ്രീധരൻ. ആ CK ശ്രീധരൻ്റെ വാദങ്ങൾ TP ചന്ദ്രശേഖരൻ കേസിൽ പ്രതികളെ ശിക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ CPM കൊലപാതകം നടത്തിയ കൊടും ക്രിമിനലുകൾക്കൊക്കെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചെറിയ ആരോപണങ്ങൾ ആ കാലത്തും കേട്ടിരുന്നു. അതും കൂടെ പറയണം. കാരണം P മോഹനൻ അല്ലേ, P മോഹനനെ രക്ഷിക്കുന്നതിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നുള്ള നിലയിലുള്ള ചെറിയ ആരോപണങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ആരോപണങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. CK ശ്രീധരനെ നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കിയത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്നതിൽ കോടതിയിൽ വലിയ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ്. അവിടെ മുതലാണ് CK ശ്രീധരനെ നമ്മൾ കേട്ടു തുടങ്ങുന്നത്. ആ CK ശ്രീധരൻ
പെരിയ ഇരട്ടക്കൊല വന്നപ്പോൾ ആ കൊലപാതകം നടത്തിയ CPM-ന്റെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രതികൾക്ക് ഹാജരായി എന്ന് കേട്ടപ്പോൾ നമ്മളൊക്കെ വല്ലാതെ ഞെട്ടിപ്പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഭാഗം സോയ്മൻ പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ സോയ്മനെ? കാസർഗോഡ്, കണ്ണൂർ മേഖലകളിൽ നടന്നിട്ടുള്ള CPM നടത്തിയിട്ടുള്ള നഗ്നമായിട്ടുള്ള കൊലപാതകങ്ങളിലെല്ലാം തന്നെ CPM ക്രിമിനലുകൾക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി കേസ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു CK ശ്രീധരൻ. ചീമേനി കൂട്ടക്കൊല ഓർമ്മയില്ല, 2-3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് CPM ഈ പറഞ്ഞ പോലെ പിന്നെ കോൺഗ്രസിൻ്റെ അല്ല ആ കേസ് മുതൽ, ചീമേനി കൂട്ടക്കൊല കേസ് മുതൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CPM ക്രിമിനലുകൾക്കെതിരായിട്ടുള്ള കൊലപാതക കേസുകൾ, സുധാകരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഈ കേസുകളെല്ലാം പതിറ്റാണ്ടുകളായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ തൻ്റെ നിയമക്കുപ്പായം ഉപയോഗിച്ചുകൊണ്ട് അതുല്യമായിട്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു CK ശ്രീധരൻ. 2014 TP ചന്ദ്രശേഖരൻ വധക്കേസിലും നമ്മളത് തന്നെയാണ് കേട്ടത്. ആ CK ശ്രീധരനെ ഇന്ന് രാവിലെ അയാളിരുന്ന് പറയുന്നത് കേട്ടു, അതെൻ്റെ പ്രൊഫഷനാണ്, ഞാൻ ആ പ്രതികൾക്ക് വേണ്ടി വാദിക്കും, ഞാൻ ഈ പ്രതികൾക്ക് വേണ്ടി വാദിക്കും എന്നൊക്കെ അയാൾ വലിയ വായിൽ പറയുന്നത് കേട്ടു. ഒന്നുമല്ല, പച്ചയ്ക്ക് CK ശ്രീധരനെ വിലയ്ക്ക് വാങ്ങി CK ശ്രീധരനെ CPM വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കണ്ണൂരിൽ വന്നിറങ്ങി ഇയാളുടെ ഏതോ ഒരു പുസ്തക പ്രകാശനത്തിന്, അതിനുവേണ്ടി മാത്രം വന്നിട്ട് ആ ഫ്ലൈറ്റിൽ അയാൾ തിരിച്ചു പോയി. മുഖ്യമന്ത്രി ആയിരിക്കും സമയം അയാളെ CPM വിലക്കെടുത്തു. എന്തിന് CPM വിലക്കെടുത്തു? അയാൾക്ക് പെരിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകളെല്ലാം ദീർഘകാലം അയാളുടെ കയ്യിലായിരുന്നു. സ്വയം പറഞ്ഞ പോലെ അതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ മനുഷ്യനാണ് അയാൾ പെരിയ കേസിൽ മരണം നടന്ന വീട്ടിൽ പോയി അന്ത്യോപചാരം അർപ്പിച്ചതാണ്. അവർ മാതാപിതാക്കൾ ചെന്ന് ചോദിച്ചപ്പം അപ്പീൽ പോകുന്നതിൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ് അയാൾ. എന്നിട്ട് അയാൾ അതിഭീകരമായി ഈ കബീഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ മാതാപിതാക്കളെ വഞ്ചിച്ച്, താൻ പതിറ്റാണ്ടുകളായി നിന്ന് പോരാടി തൻ്റെ പ്രസ്ഥാനത്തിനെ വഞ്ചിച്ച് അയാൾ അപ്പുറത്തേക്ക് പോയി. ഇതിപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? വിചാരണ കോടതിയിൽ അയാളാണല്ലോ പ്രതികൾക്ക് വേണ്ടി, CPM-കാർക്ക് വേണ്ടി വാദിക്കുന്നത്. അയാൾ വന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാരെ പിന്നെ അയാൾ ക്രോസ് വിസ്താരം നടത്തുമ്പോൾ ആ കോൺഗ്രസ് നേതാക്കന്മാരിൽ പലരും ക്രോസ് വിസ്താരത്തിനിടയ്ക്ക് അയാളോട് ചോദിച്ചു, സാറ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടിയിലല്ലായിരുന്നോ സാർ എന്ന് ചോദിക്കുകയും അയാൾ ആകപ്പാടെ കോടതിയിൽ വെച്ച് തന്നെ കുറ്റബോധം കൊണ്ട് അയാളുടെ മനസ്സ് മടുത്തെന്നും അയാളുടെ മുഖഭാവം മാറി നോക്കി എനിക്കിന്ന് മനസ്സിലാക്കാം. കൃപേഷിൻ്റെ മാതാപിതാക്കളെയും ശരത്ലാലിൻ്റെ മാതാപിതാക്കളെയും കോടതിയിൽ വെച്ച് ക്രോസ് വിസ്താരം നടത്തി എന്ന ക്രൂരതയും ഇദ്ദേഹം ചെയ്തു കൂട്ടി. അയാൾക്കതൊന്നും ചെയ്യാനൊരു മടിയുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞതെന്നറിയാമോ? ചതിയൻ ചന്തു എന്നുള്ള നിലയിലായിരിക്കും അയാളിനെ അറിയപ്പെടുക എന്നുള്ളതാണ്. എന്നോട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അല്ല, ചന്തുവിനൊക്കെ ഇതിനേക്കാൾ ഒരു കുറച്ചുകൂടി ഒരു കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വിലയുണ്ട്. അതെ. എന്നോട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, CK ശ്രീധരൻ ഇതുവരെ ജയിച്ച കേസുകളിന്മേലായിരുന്നു അയാൾ അറിയപ്പെട്ടിരുന്നത്. ഇനി അയാൾ അറിയപ്പെടാൻ പോകുന്നത് തോറ്റ കേസിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് മാത്രമല്ല, അയാളെ കൊണ്ടുവന്നതിന് പറയുന്നത് ഈ പറഞ്ഞ പോലെ KV കുഞ്ഞിരാമനെയും ഈ മണികണ്ഠനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികതയുടെ ഒരു കഴഞ്ചെങ്കിലും അയാൾ ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഈ കേസിലെ ഈ നാണം കെട്ട തോൽവിയോടുകൂടി അയാൾ ഈ വക്കീൽ കുപ്പായം ഊരി വെക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇനി ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകനെ കുറിച്ച് കൂടി പറയാതെ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്നു. അതാരാണെന്ന് ചോദിച്ചാൽ, ഈ CBI അന്വേഷണം നടപ്പിലാക്കാൻ വേണ്ടി കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മാതാപിതാക്കൾക്ക് വേണ്ടി പിന്നെ ഹൈക്കോടതിയിൽ ശക്തിയുക്തം വാദിച്ച ഹൈക്കോടതിയിലെ പ്രഗത്ഭ അഭിഭാഷകൻ്റെ TSF അലി. അദ്ദേഹം UDF-ൻ്റെ കാലത്ത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിസ്തുലമായിട്ടുള്ള വാദം കൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ CBI അന്വേഷണത്തിൻ്റെ ഈ വിധി കിട്ടിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നയാ പൈസ പോലും മേടിക്കാതെയാണ് അയാൾ ഈ കേസ് വാദിച്ചത്. നമുക്കറിയാം CPM ഈ പറഞ്ഞ പോലെ തങ്ങൾക്കെതിരായി നിൽക്കുന്നവരെയൊക്കെ പിന്തിരിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എൻ്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്കറിയില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ വീടിന് മുമ്പിൽ റീത്ത് പോലും വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് CK ശ്രീധരൻ്റെ ചതിയെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ TSF അലി എന്ന് പറയുന്ന ആ പ്രഗത്ഭ അഭിഭാഷകൻ്റെ CBI അന്വേഷണം നടപ്പിലാക്കുന്നതിന് വേണ്ടി തീർത്തും സൗജന്യമായി
ഒരു നയാ പൈസ പോലും വാങ്ങിക്കാതെ അദ്ദേഹം ഹൈക്കോടതിയിൽ നടത്തിയ നിസ്തുലമായിട്ടുള്ള ആ സേവനവും കൂടി നമ്മൾ ചേർത്ത് വെക്കണം. രണ്ടുപേരും അഭിഭാഷകരാണ് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ അസഫ് അലിയെക്കുറിച്ച് ഓർക്കുകയും CK ശ്രീധരനെ കുറിച്ച് മറക്കുകയും ചെയ്യുകയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഭരണകൂടം കൂടി ഒരു CPM എന്ന രാഷ്ട്രീയ പാർട്ടി കൂടി തോറ്റിയ ഒരു കേസല്ലേ ഇത്? അല്ല, CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഒരു യാതൊരു ഉളുപ്പും ഒരു ലജ്ജയും ഒന്നുമില്ലാത്തൊരു കാട്ടാളന്മാരുടെ ഒരു സംഘടന ആണ് എന്നുള്ളത് കൊണ്ട് അവർക്കിതൊന്നും അവരെ ബാധിക്കില്ല. കാരണം വെച്ചാൽ അവർ വളരെ റുത്ത്ലെസ് ആയിട്ടുള്ള ഒരു സംഘമാണ്. അവരെ ഇതൊന്നും ബാധിക്കില്ല. കാരണം അവരെ ഇത് ബാധിക്കാനാണെങ്കിൽ അവർക്കൊരല്പമെങ്കിലും ലജ്ജ ഇതിനകത്ത് തോന്നണം, അല്പമെങ്കിലും ലജ്ജ. നമ്മുടെ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും ബഹുഭൂരിപക്ഷം പ്രതികളും ക്രിമിനലുകളായിരുന്നു. 1-2 പേരാണ് പ്രധാനപ്പെട്ടവർ. ഇത് അവരുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിൽ കുറ്റവാളികളായിരിക്കുകയാണ്. അപ്പോൾ ഒരല്പമെങ്കിലും ലജ്ജ, അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു അരത്തുള്ളിയെങ്കിലും ലജ്ജ ബാക്കിയുള്ളവരായിരുന്നെങ്കിൽ അവർ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയേണ്ടവരായിരുന്നു. അവർ മാപ്പ് പറയില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നു, അവർ ഇനിയും രാഷ്ട്രീയ കൊലപാതകം നടത്തും. ആ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് കോടതിയിൽ പോകും. അതിനുശേഷം അവർ കുറ്റവാളികളാകുന്നവരെ ജയിലിൽ പോയി സന്ദർശിക്കും. കുറ്റവാളികളായിരിക്കുന്ന സമയത്തും അവർ പാർട്ടി ഭാരവാഹികളാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ലജ്ജയില്ലാത്തൊരു പാർട്ടിയാണ് ഈ പാർട്ടി നന്നാവുക എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഈ പാർട്ടിയിൽ ഇനി നടക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി നന്നാകുക എന്നുള്ളതല്ല, ഈ പാർട്ടി ഇല്ലാതാവുക എന്നുള്ളത് മാത്രമേ ഇനി നടക്കാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.